എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചൊരു കാര്യമാണ് ഇന്റർവ്യൂ എങ്ങനെയാണ് ക്രാക്ക് ചെയ്യുന്നത്. അപ്പം എനിക്കാകെ പറയാനുള്ളത്, നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് കോൺഫിഡൻ്റ് ആയിട്ട് അറിയുന്ന പോലെ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്യുക. അറിയാത്ത കാര്യങ്ങളിൽ കൂടുതൽ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് നമുക്ക് തീരെ ഒരു അന്തമില്ല എന്ന് അവരെ കൊണ്ട് തോന്നിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്. അറിയാത്തൊരു കാര്യം നമ്മൾ ബുദ്ധിജീവിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവരതിൽ പിടിച്ച് ചോദിക്കും. അപ്പോൾ അവർക്ക് മനസ്സിലാവും നമ്മൾ ചുമ്മാ ബുദ്ധിസ്റ്റ് കളിക്കാൻ വേണ്ടി പറഞ്ഞത്, നമുക്കൊരു വിവരം ഇല്ലാന്ന് വിചാരിക്കും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പണ്ടൊരു ഇന്റർവ്യൂവിന് പോയൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു എക്സാമിനൊക്കെ കുറച്ച് AI ടൂൾസൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെയാണ് എക്സാമിൽ കയറിയത്. അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് ചെന്ന സമയത്ത് എല്ലാ ഇന്റർവ്യൂസും ഞാൻ ക്ലിയർ ചെയ്ത് ഫൈനൽ ഒരു മാനേജറായിട്ടൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പുള്ളി എക്സാമിന് സകലമാന ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിച്ച് റാൻഡമായിട്ട് പിക്ക് ചെയ്തിട്ട്, അപ്പോൾ എനിക്ക് ഒന്നിനും ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ പുള്ളിക്ക് മനസ്സിലായി ഇവള് എവിടെയോ നോക്കി എഴുതി വന്നതാണെന്ന്. കാരണം ഇപ്പോൾ ഓൺലൈൻ ത്രൂ എക്സാംസ് അസസ്മെന്റ്സ് നടക്കുമ്പോൾ 90% പിള്ളേർ അതൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ തെറ്റാണെന്നല്ല, എല്ലാവരും ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് ആൻഡ് തിങ്സ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് പേര് ചെയ്തെന്നിരിക്കാം, പക്ഷെ ചെയ്യരുതെന്നാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ നോക്കിയൊക്കെ എഴുതിയിട്ടൊക്കെയാണ് എക്സാമിന് പോകുന്നതെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് എന്താണ്, അതിനെങ്ങനെ ആൻസർ വന്നെന്നൊക്കെയുള്ള ഒരു ധാരണ വരുത്തിയിട്ട് നിങ്ങൾ ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ എന്നെ പോലെ അവിടെ പോയിരുന്ന് നാറേണ്ടി വരില്ല. അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുക. ബൈ.